ഈ ഹൃദ്രോഗം ഉള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു അൾട്രാസൗണ്ട് ആണല്ലോ എക്കോ കാർഡിയോഗ്രാഫി. അത് എളുപ്പമായി ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാമോ? അൾട്രാസൗണ്ട് തീർച്ചയായിട്ടും അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിസൂക്ഷ്മ ശബ്ദ തരംഗങ്ങൾ, അൾട്രാസൗണ്ട് അതിസൂക്ഷ്മ ശബ്ദ തരംഗങ്ങൾ ഹൃദയത്തിലൂടെ ശരീരത്തിലൂടെ കടത്തിവിട്ട് ഹൃദയത്തെ സംബന്ധിച്ചാണെങ്കിൽ വയറ്റിലാണെങ്കിൽ നമ്മൾ അൾട്രാസൗണ്ട് എടുക്കുന്നു, ഹൃദയത്തിലാണെങ്കിൽ ഹൃദയത്തിൻ്റെ സങ്കോചന വികാസ പ്രക്രിയയെ നാം അളക്കുകയാണ്. അതായത് ഹൃദയത്തിൻ്റെ ഘടനയിലെ വൈകല്യം, ഹൃദയത്തിലൂടെയുള്ള രക്തസഞ്ചാരം അതളക്കുന്നത് ഡോപ്ലർ പരിശോധനയാണ്. അത് എട്ട്ലർ എന്ന് പറയുന്ന സ്വീഡൻകാരനാണ് ഈ എക്കോ കാർഡിയോഗ്രാം കണ്ടുപിടിച്ചത്. ഈ ഡോപ്ലർ പരിശോധനയാകട്ടെ ഓസ്ട്രിയക്കാരനായ ക്രിസ്ത്യൻ ഡോപ്ലർ എന്നയാൾ. ഇതിന്നും ഒരു ഹൃദ്രോഗ വിദഗ്ധൻ്റെ പരിശോധനാ സമൂഹത്തിൽ ഏറ്റവും പ്രമുഖമായ ഒരു സ്ഥാനം ഉണ്ട്. അതായത് ഹൃദയത്തിലേക്കുള്ള ഒരു മിററാണെന്ന് വേണമെങ്കിൽ പറയാം, ഒരു കണ്ണാടിയാണ്. ഹൃദയ അറകളിലേക്ക് ഹൃദയ വാൽവുകളുടെ ചലനം അത് ചുരുങ്ങിയിട്ടുണ്ടോ, വികസിക്കുന്നുണ്ടോ, ഹൃദയപേശികൾ കൃത്യമായി സങ്കോചിക്കുന്നുണ്ടോ, ഹൃദയ അറകളിലൂടെ രക്തസഞ്ചാരം സുഗമമാണോ, അതിന് തടസ്സമുണ്ടോ, ഇതെല്ലാം വളരെ വിദഗ്ധമായിട്ട് ഒരു ഹൃദയ വാൽവ് ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ഓപ്പറേഷൻ ചെയ്ത് ആ വാൽവ് മാറ്റേണ്ട ഒരു രോഗനിർണയത്തിലേക്ക് തന്നെ എക്കോ കാർഡിയോഗ്രാം നമ്മളെ സഹായിക്കുന്നുണ്ടെന്ന് ഓർക്കണം. അല്ലെങ്കിൽ ഒരു വാൽവ് വികസിപ്പിക്കണം, ഒരു വാൽവ് ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ പുതിയതായിട്ട് വെക്കുമ്പോൾ അതിനെന്തുമാത്രം സൂക്ഷ്മമായിട്ട് അതിന് ചെയ്യാൻ പറ്റും. ഇവിടെയെല്ലാം നമുക്ക് പലതരത്തിൽ അൾട്രാസൗണ്ട് ചെയ്യാം. നമുക്ക് പുറത്തുനിന്ന് ചെയ്യാം, ട്രാൻസ്യൂസോഫേജിൽ വായിക്കൂടെ കടത്തി ഒരു പ്രോബ് കടത്തി അത് കുറച്ചും കൂടി അടുത്ത് നമുക്ക് ചെയ്യാം. എപ്പിക്കാർഡിയൽ നമ്മൾ സർജറി ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഹൃദയത്തിന് മുമ്പിൽ വെച്ചുള്ളത്, അങ്ങനെ പലതരത്തിലുള്ള എക്കോ കാർഡിയോഗ്രാം ഉണ്ട്. ഏത് തരത്തിലായാലും ഹൃദയഘടനയും ഡോപ്ലർ കൂടി കൂട്ടുമ്പോൾ ഹൃദയ സഞ്ചാരത്തിൻ്റെ ഗതിവികാസങ്ങളുമൊക്കെ കൃത്യമായിട്ട് അറിയുവാൻ പറ്റും. ഇന്ന് ഹൃദ്രോഗ നിർണയ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിശോധന ഉപാധി.